അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ മുഹറം മാസം ഒരുപാട് അത്ഭുത സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ മാസമാണ്. 1 മുതൽ 10 വരെ ഒരുപാട് ദിക്റുകളും ദുആകളും ഉണ്ട്. അത് നാം ചൊല്ലേണ്ടവരും പ്രാർത്ഥിക്കേണ്ടവരുമാണ്. എന്നാൽ 1 മുതൽ 10 വരെ നോമ്പ് സുന്നത്തുണ്ട്. 9ഉം 10ഉം അത് മുഅക്കദായ സുന്നത്തുള്ള സമയമാണ്. 10ാം ദിവസം ആശൂറ, അത് വളരെ പവിത്രമായ ദിവസമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. 11ഉം കൂടി മുഅക്കദായ സുന്നത്തുണ്ട് എന്ന് പറയുന്നു. ഈ വർഷത്തിലെ മുഹറം 9, 10 വ്യാഴയും വെള്ളിയുമാണ്. വ്യാഴാഴ്ച മുഅക്കദായ സുന്നത്ത് 2 വിധത്തിൽ വരുന്നു. ഒന്ന് താസുആയിൻ്റെ നിലക്കും അതുപോലെ തന്നെ വ്യാഴാഴ്ച എന്ന ആഴ്ചയിലെ 2 ദിവസം മുഅക്കദായ സുന്നത്തുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ വർഷത്തെ മുഹറം 9-ൽ 2 പ്രത്യേകതയാണ് വരുന്നത്. മാത്രമല്ല ഈ വർഷമുള്ള മുഹറം 9ഉം 10ഉം അത് 11ഉം ഈ 3 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ പിന്നെയും ഒരു പ്രത്യേകത നമുക്ക് ലഭിക്കുന്നതാണ്. കൻസുൻ നജാഹി വ സുറൂർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഗസാലി ഇഹ്യയിൽ പറഞ്ഞതിനെ ഉദ്ധരിച്ച് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി തങ്ങൾ പറഞ്ഞു, എന്താണ്? അഷ്ഹറുൽ ഹുറുമിൽ, അതായത് യുദ്ധം മറാവായ 4 മാസങ്ങൾ, ആ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ ഒരാൾ 3 നോമ്പ് പിടിച്ചാൽ, അതായത് വ്യാഴം വെള്ളി ശനി ഇങ്ങനെ 3 നോമ്പ് പിടിക്കുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു തആല 700 വർഷത്തിലെ ഇബാദത്ത് രേഖപ്പെടുത്തുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. അതായത് വ്യാഴം വെള്ളി ശനി ഈ 3 ദിവസം അഷ്ഹറുൽ ഹുറുമിൽ, അതായത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഇതാണ് അഷ്ഹറുൽ ഹുറുമല്ലോ. അതിൽ ഉള്ള വ്യാഴം വെള്ളി ശനി നോമ്പ് പിടിക്കുകയാണെങ്കിൽ 700 വർഷത്തിൻ്റെ ഇബാദത്ത് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വർഷം നമുക്ക് വ്യാഴം വെള്ളി ഏതായാലും നോമ്പാണ്. ശനിയും കൂടി പിടിച്ചാൽ 700 വർഷത്തിൻ്റെ ഇബാദത്തിൻ്റെ പ്രതിഫലം നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.